आपने श्रद्धा कपूर को मिला? नहीं मिला. आपने हिंदी सीखा? थोड़ा थोड़ा से. കൊള്ളാം. ഒരാളിങ്ങനെ കമൻറ്റ് ഇട്ടു, ഇത് ഇന്ന ട്രാക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അപ്പം ഞാൻ ആ സമയത്ത് തന്നെ ജോജിയുടെ ഒരു സ്റ്റിക്കർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഫേമസ് ആയിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റും, നീയാണല്ലോ കോടതി എന്ന് പറഞ്ഞിട്ട്. അതെടുത്ത് തിരിച്ചടിച്ചു കൊടുത്തു. മൂഞ്ചിയ അത് ഇത്തിരി സൂക്ഷിച്ച് പറയേണ്ട ഒരു സംഭവമാണ്. എനിക്ക് അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞുപോയി. ഞാനിങ്ങനെ കരഞ്ഞിട്ട് ടിനുവിനെ വിളിച്ചിട്ട് കരച്ചിൽ തന്നെയായിരുന്നു, ഭയങ്കര കരച്ചിലായിപ്പോയി, ശരിക്കും വാവിട്ട് കരഞ്ഞു. അങ്ങനെ ട്രെൻഡിങ് പാട്ടെന്ന് വെച്ചാൽ എന്നെ എല്ലാ പാട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഒരു പാട്ട് ഇപ്പോൾ മറ്റേ അത് എന്താണ് ഭോജ്പൂരിയാണ് എന്താണെന്ന് എനിക്കറിയാം, അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനിത് കേട്ട് പോയി പിടിക്കും ചില സമയത്ത്. ടിനു എന്നോടത്ത്, ടിനു ആണെങ്കിൽ മൂഡ് ഓഫ് ആവും. ടിനു വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ അവസാനം പറയും, എടാ എന്ത് വേണമെങ്കിലും ചെയ്യാം, നീ ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ടില്ല ഇങ്ങനെ. എനിക്ക് തന്നെ എനിക്ക് ഇൻഡസ്ട്രിയിൽ എൻ്റെ ഇടപാട് തീർന്നു എന്ന് എനിക്ക് തോന്നുന്ന പോലെയാണ് നിൻ്റെ. ഇത് കഴിയുമ്പോൾ മിക്കവാറും അവൻ എന്നെ കാണാൻ വരും. ഉള്ളില് ഊരണ തോനെ തോനെ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കൊടുക്കുന്ന ഒരു അടിപൊളി മ്യൂസിക് ഡയറക്ടർ, 2 ടൈം സ്റ്റേറ്റ് അവാർഡ് വിന്നർ. മലയാളത്തിൽ നിന്ന് ഈ പറഞ്ഞ മോളിവുഡിൽ നിന്ന് ബോളിവുഡിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ, അവർ ഓൺ ജസ്റ്റിൻ വർഗീസ്. വെൽക്കം ടു ക്ലബ് FM. താങ്ക് യു. ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ് മാൻ. താങ്ക് യു. ഭയങ്കര സന്തോഷമുണ്ട്. ചാവേറിന് ഇത്തവണത്തെ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടറിനുള്ള ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഹൗ ഇസ് ദ മൊമെന്റ്? പറയൂ, ടെലസ്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ് തന്നെയാണ്. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷേ ചാവേറിന് കിട്ടിയതുകൊണ്ട് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ചാവേറിൽ അത്രയും പണിയെടുത്താണ്. അപ്പം ആ സമയത്ത് നമ്മൾ ഒരു ലൈവൊക്കെ പോയ സമയത്ത് ഇങ്ങനെ പറയായിരുന്നു, ചാവേർ ഇത് ചാവാറായിട്ടിരിക്കുകയായിരുന്നു എന്ന് പറയാം. അത്രയും പണിയായിരുന്നു ചാവേറിലും. അപ്പം ടിനു പാപ്പച്ചൻ ഡയറക്റ്റ് ചെയ്യുന്ന എല്ലാ സിനിമയ്ക്കും അങ്ങനെ എല്ലാവർക്കും ആ പണി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് സിനിമയായിട്ടുള്ള സെക്കൻഡ് മൂവിയാണ് അജഗജാന്തരമായിരുന്നു. അപ്പം അത് ചാവേറിന് തന്നെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം അത്രയും നമ്മൾ വർക്ക് ചെയ്തിട്ട് അതിനുള്ളൊരു റിസൾട്ട് കിട്ടും. അങ്ങനെ ആ രീതിയിൽ കിട്ടിയപ്പോൾ നമുക്ക് സിനിമയ്ക്കും എല്ലാവർക്കും ഫുൾ ടീമിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. വേറൊരു കാര്യം കൂടെ ഉണ്ട്, A.R. റഹ്മാന്റെ കോമ്പോസിഷനൊപ്പമാണ് കോമ്പീറ്റ് ചെയ്തത്, ആഡ് ചെയ്തത്. അതൊരു ആക്ച്വലി ടെൻഷൻ ആണോ ഹാപ്പിനെസ് ആണോ എന്താണ് ടെൻഷൻ? ഞാനിതൊന്നും അറിഞ്ഞില്ലായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു പെട്ടെന്ന് ചാനൽ വയ്ക്കും, ന്യൂസ് വയ്ക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആക്ച്വലി ബോംബെയിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കായിരുന്നു. ഞാൻ വിചാരിച്ചു മറ്റേ ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആയിട്ട് എന്തെങ്കിലും പ്രശ്നമായിട്ട് ഇപ്പോൾ എയർപോർട്ടിലോട്ട് പോകണ്ട, അതെ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതാണെന്ന് ഓർത്തത്. അപ്പം ഞാൻ വെച്ചു എന്താ പറ്റി എയർപോർട്ടിലോട്ട് പോകണ്ടേ എന്നൊക്കെ ചോദിക്കുകയാണ് അങ്ങനെയൊക്കെ. അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇങ്ങനെ കുറേ കോൾസൊക്കെ വന്നില്ല. അപ്പോൾ നമ്മളുടെ പ്രൊഡ്യൂസർ, ചാവേറിൻ്റെ പ്രൊഡ്യൂസർ അരുൺ നാരായണൻ വിളിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പം കിളി പോയി. പിന്നെ അത് എന്താ വരുന്ന പാട്ട്, എന്താണ് ഏത് പാട്ടിൻ്റെ കൂടെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്ക് അത് കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി. നോർമലി മാസ് പടങ്ങൾ ചെയ്യുന്ന ആളാണ്, എല്ലാ പടങ്ങളും ഹിറ്റ് പമ്പി ആയിട്ടുള്ള എനർജറ്റിക് ആണ്. പക്ഷെ ഈ പറഞ്ഞ ചാവേർ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പടമാണ്, തെയ്യം ബേസ്ഡ് ആയിട്ടുള്ള പാട്ടുകളാണ്. ഇനീഷ്യലി ഉള്ളൊരു എന്താ പറയുക, ഒരു ത്രെഡ് എങ്ങനെയായിരുന്നു ഈ സിനിമയെ കുറിച്ച്? ഞാൻ അജഗജാന്തരം ചെയ്ത് കഴിഞ്ഞപ്പോൾ ടിനുവിൻ്റെ അടുത്ത് പറഞ്ഞു, അടുത്ത പടം നീ വേറെ ആരെങ്കിലും വെച്ച് ചെയ്തോ, ഞാൻ ഇനി ഒരു ബ്രേക്ക് എടുക്കുന്നത് നല്ലതായിരിക്കും നമുക്കെന്നൊക്കെ പറഞ്ഞു. കാരണം അപ്പോൾ ടിനുവായിട്ട് നമ്മൾ ഭയങ്കര സിനിമ അജഗജാന്തരം ചെയ്ത് ഭയങ്കര തല്ലുപിടിച്ച് ഭയങ്കര കൂട്ടുകാരായ ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞു അടുത്ത പടം നീ വേറെ ആരെയും കൊണ്ടെങ്കിലും ചെയ്യിക്കുക, അവരൊന്ന് അനുഭവിക്കട്ടെ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതെ. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല നീ ഇത് ചെയ്ത് അടിപൊളി പരിപാടിയാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി. പിന്നെ ഞാൻ അത് അങ്ങനെ സ്ക്രിപ്റ്റൊന്നും കേട്ടിട്ടില്ല, അവൻ്റെ പടമൊന്നും അപ്പോൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ള മട്ടിൽ പോയി. ടിനുവിൻ്റെ സിനിമ കിട്ടുമ്പോൾ അതിൻ്റെ ഫ്രെയിംസിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമായിരിക്കും, സ്കോർ ചെയ്യാൻ പ്രത്യേകിച്ച് ഭയങ്കര രസമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എന്ത് തരം സിനിമയാണെന്ന് എനിക്ക് ആദ്യം ഇപ്പം പിടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ സിനിമ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ വിചാരിച്ച പോലെ ഫുൾ ഇടിപ്പടം അല്ല പരിപാടി എന്നൊക്കെ മനസ്സിലായത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇതുപോലെ തെയ്യം റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലിറിസിസ്റ്റിനും അവാർഡ് കിട്ടി. എന്ന പാട്ടിന് ഹരീഷിന്. അപ്പം അതായിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടായ ഒരു കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ ഹരീഷ് ആണ് സത്യത്തിൽ അങ്ങനെ ഒരു സ്പേസിലോട്ട് തന്നെ കൊണ്ടുപോയത്. ഹരീഷിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ആ ചെന്താമര പാടി പ്രണവിനെ എനിക്ക് നേരത്തെ അറിയാം. അപ്പോൾ പ്രണവാണ് ഇങ്ങനെ ഞാൻ ചോദിച്ചു, എനിക്കിങ്ങനെ തെയ്യമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് റിസർച്ചുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പറ്റിയ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു റിസിസ്റ്റൻ്റ് ഇങ്ങനെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ടാണ് ഹരീഷിനെ പരിചയപ്പെട്ടത്. അപ്പോൾ ഹരീഷിനോട് ഞാൻ പടത്തിൻ്റെ തീമൊക്കെ പറഞ്ഞപ്പോൾ ഹരീഷിൻ്റെ അടുത്ത് ഇങ്ങനെ 1-2 തെയ്യം
കോൺസെപ്റ്റുകൾ, അതിൻ്റെ കഥകളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കണ്ടനാർ കേളൻ, കതിരന്നൂർ വീരൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒന്ന് രണ്ട് തെയ്യം ഇതിൻ്റെ കഥകളൊക്കെ പറഞ്ഞു തന്നു. ജസ്റ്റ് ഇത് ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നത്? ഉറപ്പായിട്ട് ഞാൻ തിയേറ്റർ കേൾക്കണത്. അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ സിനിമയുടെ പ്ലോട്ടുമായിട്ട് ബന്ധമുള്ള ഒരു കഥയായിട്ട് അങ്ങനെ പറഞ്ഞു തന്നു. കണ്ടനാർ കേളൻ്റെ കഥ പറഞ്ഞു തന്നു. അപ്പോൾ നമുക്ക് പാട്ടുകൾ ചെയ്യുമ്പോഴും അങ്ങനത്തെ എന്തെങ്കിലും കൊണ്ടുവരാം. അപ്പോൾ ടിനുവിനോട് അത് സംസാരിച്ചപ്പോൾ ടിനുവിനും ഭയങ്കര അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് കുറേ തോറ്റമ്പാട്ടുകളൊക്കെ കേൾപ്പിച്ചു തന്നു. അപ്പോഴാണ് ഞാൻ എന്താണ് തോറ്റമ്പാട്ട്, എങ്ങനെ എന്ത് റൂട്ടിലാണൊക്കെയാണ് പോണത്, അവർ ചെയ്യുന്ന പാട്ടുകൾ എങ്ങനെ ഇരിക്കണത് എന്നൊക്കെ ഒന്ന് നോക്കി പഠിച്ച് അങ്ങനെയാണത് ചെയ്തതൊക്കെ. അപ്പോൾ ഹരീഷാണ് സത്യത്തിൽ ഉറപ്പായിട്ടും എനിക്ക് ഒരു ഐഡിയ ഇല്ലാതിരുന്ന ഒരു സ്പേസിലോട്ട് എന്നെ എത്തിച്ചത് ശരിക്കും പറഞ്ഞാൽ ഹരീഷാണ്. അപ്പോൾ പിന്നെ ഹരീഷിന് പെട്ടേന്ന് എഴുതും. ഞാൻ ട്യൂൺ ഞാൻ ആദ്യം ഇത് നമ്മളിങ്ങനെ കേട്ട് എന്താണ് ഇങ്ങനത്തെ ഒരു ഐഡിയ ബിൽഡ് ചെയ്ത് ട്യൂൺ ഇട്ടിട്ട് ഞാൻ ഹരീഷിനെ പാടി കേൾപ്പിച്ചു. ട്യൂണാണ് ആദ്യം വന്നത്. ട്യൂണാണ് ആദ്യം വന്നത്. ഞാൻ ഹരീഷിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു ട്യൂൺ ഇട്ടിട്ടുണ്ട്, ഇതിന് തോറ്റം പാട്ടൊക്കെ ആയിട്ട് ഒരു വല്ല ബന്ധമുണ്ടെന്നൊന്ന് പറയാൻ പറഞ്ഞു. അത് കേട്ട് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ. അപ്പം ഹരീഷിന് ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് എഴുതി ചെന്താമര. ശരിക്കും ആസ് എ ഡയറക്ടർ ചോദിക്കുകയാണെങ്കിൽ ചാവേറിലെ നമ്മുടെ ഒരു ഫേവറേറ്റ് ട്രാക്ക് ഏതായിരിക്കും? കാരണം ചെന്താമരയുണ്ട്, പൊലികയുണ്ട്, പൂമാലയുണ്ട്. ഇത് ഈ പറഞ്ഞ ഏതായിരിക്കും നമ്മുടെ ഒരു ട്രാക്ക്? എനിക്ക് ഇഷ്ടമുള്ളൊരു ട്രാക്ക് ഉണ്ടായിരുന്നത് ടിനു പാപ്പച്ചൻ സമ്മതിച്ചില്ല വെക്കാനായിട്ട്. ടിനു എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് എന്താ വെച്ചാൽ നല്ല പാട്ട്. ആ പാട്ട് എന്തായിരുന്നു ആദ്യം നമ്മൾ ചെയ്ത പാട്ട്? അത് അതിൻ്റെ അകത്തൊരു ഫ്യൂണറൽ സീനുണ്ട്. അപ്പം ആ സീനിലോട്ട് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പം എൻ്റെ അടുത്ത് ഞാൻ ചെയ്തിട്ട് ചില പാട്ട് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു കൊള്ളാമെന്ന് നമുക്ക് തന്നെ ഒരു ഇത് കേട്ടില്ലേ, സ്വന്തം പാട്ട് കേട്ട് നമ്മൾ തന്നെ ഒരു അതെ. അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് കേട്ട് പൊളി എന്നൊക്കെ വിചാരിച്ചിട്ടിരുന്നിട്ട് ടിനുവിനെ കേൾപ്പിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞത് ഒരു നമ്മൾ കേൾക്കുന്ന ഒരു മറ്റേ ശോകഗാനമായിട്ടും കേൾക്കുന്ന അങ്ങനത്തെ ഒരു പാട്ട് ഒരു അതായിപ്പോയി. അപ്പം ഇത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി ആയി. അപ്പം ഞാൻ വിചാരിച്ചു അത് ഒരു ദിവസം പതുക്കെ ഒന്ന് ഇറക്കിയാലോ എന്ന് വിചാരിച്ചു. പക്ഷെ ചിലപ്പോൾ ആൾക്കാരെല്ലാവരും പറയുമ്പോൾ ഭാഗ്യം ഇറക്കാതിരുന്നെന്ന് പറഞ്ഞാലോ എന്നുള്ള പേടിയുണ്ട്. അതുകൊണ്ട് അത് ഇതുവരെ ഇറക്കിയിട്ടില്ല. പക്ഷെ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. പിന്നെ ചെന്താമര തന്നെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം. കാരണം ചെന്താമര കുറച്ചുകൂടി എളുപ്പത്തിൽ ഇങ്ങനെ വന്നായിരുന്നു. പിന്നെ അതിനകത്ത് പൊലിക എന്ന് പറഞ്ഞ പാട്ടുണ്ട്. അതിങ്ങനെ കുറേ സമയം കൊണ്ട് ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ എല്ലാ പാട്ടും ഇത് സ്കോറിന് വേണ്ടി ചെയ്ത് വന്ന് പാട്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ചുകൂടി എന്താ പറയുക, ഒരു നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നു എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു പെട്ടെന്ന് കിട്ടിയൊരു പാട്ടാണ് ചെന്താമര. ശരിക്കും ചെന്താമര ഞാൻ ഇന്റർവ്യൂവിൽ കണ്ടതാണ്. ഈ സിനിമയിൽ ചെന്താമര ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഉണ്ടായിരുന്നോ? അതായത് ചെന്താമര ആ പാട്ട് അത് സിനിമയുടെ ഫസ്റ്റ് നമ്മൾ റീൽസ് ആയിട്ടാണ് ചെയ്യുന്നത്. സിനിമ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു സിനിമ ചിലപ്പോൾ ഒരു 6 റീൽസ് ഉണ്ടാവും, അപ്പോൾ ചിലപ്പോൾ 5 അങ്ങനെ ഒക്കെ ഉണ്ടാവും. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് റീൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനം വരുന്ന പാട്ടായിരുന്നു. ആ ഏരിയയിലായിരുന്നു ഈ പാട്ടിൻ്റെ സ്ഥലം. അപ്പോൾ പാട്ടല്ലായിരുന്നു അത്, അവിടെ വേറെ കുറേ സീൻസൊക്കെ ആയിരുന്നു, കുറച്ച് ഇൻവെസ്റ്റിഗേഷൻ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സീൻസും. അപ്പോൾ അത് എത്ര ചെയ്തിട്ടും ടിനുവിന് തൃപ്തിയാവണില്ല. ഞാൻ ഒരു പ്രാവശ്യം ചെയ്യും, വീണ്ടും ചെയ്യും. ടിനുവിനെ കൺവിൻസ് ചെയ്യുന്ന ഒരു പണിയാണ്, ഭയങ്കര പണിയാണ്. ടിനു എന്നോടത്ത് ടിനു ആണെങ്കിൽ മൂഡ് ഓഫ് ആവും. ടിനു എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഞാൻ അവസാനം പറയും, എടാ എന്ത് വേണമെങ്കിലും ചെയ്യാം, നീ ഇങ്ങനെ എക്സ്പ്രഷൻ ഇട്ടില്ല ഇങ്ങനെ. എനിക്ക് ഇൻഡസ്ട്രിയിൽ എൻ്റെ ഇടപാട് തീർന്നു എന്ന് എനിക്ക് തോന്നുന്ന പോലെയാണ് നിൻ്റെ ഒരു എക്സ്പ്രഷൻസൊക്കെ. അപ്പോൾ അതുകൊണ്ട് നീ ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, ഞാൻ ചെയ്തോളാം, നീ ഇങ്ങനെ മൂഡ് ഓഫ് ആവരുതെന്ന് പറയും. പക്ഷേ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിന് മൂഡ് ഓഫ് ആവും. അപ്പം പിന്നെ അടുത്തത് എന്തെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു 3 പ്രാവശ്യം ആ സീൻസ് വേറെ പല തരത്തിൽ എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഇമോഷനില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറെ എന്തോ ചെയ്തപ്പോൾ സ്ഥിരം പോലെയാണെന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റി ചെയ്തിട്ട് അപ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു മരണം നടന്നിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ അവിടെ ഒരു മരണത്തിനൊരു സ്പേസ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് ആ മരണത്തിൽ കൂടെ പോയി നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ മരിച്ചതൊരു ഇങ്ങനൊരു തെയ്യം കലാകാരനാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ പോയാലോ എന്ന് ചോദിച്ചപ്പോൾ ടിനുവിന് അത് പെട്ടെന്ന് സെറ്റായി. അങ്ങനെയാണ് പാട്ട് വെറുതെ ഒറ്റ പ്രാവശ്യം കേൾപ്പിച്ചപ്പോൾ എൻ്റെ അടുത്ത് ടിനു അങ്ങനെ എക്സ്പ്രസ് ചെയ്യും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇതുപോലെയാവും, ഇഷ്ടപ്പെട്ട വെറുതെ കേട്ടോണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ഇൻ പൊള്ളി എന്നൊക്കെ പറയും ഒറ്റടിക്ക്. അപ്പോൾ ദൈവമേ സമാധാനം, ഒറ്റടിക്കും. ഓക്കെ. ഈ പൂമാത എന്നുള്ള പാട്ട് കമ്മട്ടിപ്പാടത്തിന് എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്? കമ്മട്ടിപ്പാടത്തിലെ പാട്ട് കേൾപ്പിച്ചിട്ട് അതിനകത്തും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് സോങ് ഇങ്ങനെ പാടുന്നതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതുപോലത്തെ ഒരു പാട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു തെയ്യം കലാകാരന്മാർ അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയിലോ അവിടെ അങ്ങനെ ഒരു മരണം നടന്നാൽ ഇപ്പോൾ ഇതുപോലെ
അങ്ങനെ എന്തെങ്കിലും പാട്ടുകളൊക്കെ ഉണ്ടോയെന്ന് അന്വേഷിച്ചു. അപ്പോൾ ഞാൻ അന്വേഷിച്ചിട്ട് അങ്ങനെ ഒരു അവിടെ പ്രാർത്ഥനകളൊക്കെ തന്നെയാണ്, പാട്ട് അങ്ങനെ ഒരു മരണത്തിന് നടക്കുന്ന പാട്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു പാട്ട് ചെയ്തത്. അതാണ് ടിനുവിന് അത് ടിനുവിന് അങ്ങനെ ഒരു അപ്പം ഞാൻ ഹരീഷിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിപ്പോൾ കമ്മട്ടിപ്പാടത്തിലൊരു പാട്ടുണ്ടല്ലോ മരിക്കുമ്പോൾ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ സിനിമയിൽ ഇതുപോലെ ഒരു തെയ്യം കലാകാരൻ്റെ വീട്ടിലൊരു മരണം നടക്കുമ്പോൾ അവിടെ ഒരു പാട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു പാട്ടുണ്ടെങ്കിൽ അതിലെന്തായിരിക്കും വരികൾ വരുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിന് ഏതെങ്കിലും ഒരു ട്യൂണിൻ്റെ ഒരു റൂട്ടൊക്കെ എങ്ങനെ പോകണം എന്നൊക്കെ അങ്ങനെ ആലോചിച്ചിട്ട്, അപ്പോൾ കമ്മട്ടിപ്പാടത്തിൻ്റെ ഒരു എനിക്ക് തോന്നുന്ന ഒരു ക്രിസ്ത്യൻ കൈൻഡ് ഓഫ് ഒരു ട്യൂണൊക്കെയാണ് അതിന്. അപ്പം ഇതിനകത്ത് അതല്ല വേണ്ടത്. അപ്പം അതിൻ്റെ ഒരു ഐഡിയ എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ഉള്ള ഈ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു തോറ്റം പാട്ടുകളോ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ശൈലികളോ ഒക്കെ വെച്ചിട്ട് അങ്ങനത്തെ ഒരു പാട്ടായിട്ട് ചെയ്യാണ് ചെയ്തത്. ചാവേറിലും അതേപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന് ഞങ്ങൾ അറിഞ്ഞായിരുന്നു. യു ഓൾവേസ് എക്സ്പെരിമെന്റ് വിത്ത് ഇൻസ്ട്രുമെന്റ്സ് അല്ലേ? എന്തിനും ഒരു ശബ്ദം ഉണ്ടാക്കാം, എന്തിനും ഒരു പാട്ട് ഉണ്ടാക്കാം, ഒരു ഈണം ഉണ്ടാക്കാം ട്രൈ ചെയ്യുന്ന ഒരാളാണ്. ചാവേറിന്റെ കാര്യത്തിൽ എങ്ങനെയായിരുന്നു? അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ടിനു പാപ്പച്ചൻ്റെ സിനിമകൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ എക്സ്പെരിമെന്റുകൾ കൂടുതൽ വരിക. സമയത്ത് മഴക്കാലമായിരുന്നപ്പോൾ ഞങ്ങളുടെ ബാൽക്കണിയിൽ, സ്റ്റുഡിയോയുടെ ബാൽക്കണിയിൽ പോയി നിൽക്കുമ്പോൾ ഒരു കൂട്ടം തവളകൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കും. അപ്പോൾ ടിനുവിൻ ഞങ്ങളിങ്ങനെ നോക്കും, കൊള്ളാലോ അത് റെക്കോർഡ് ചെയ്താലോ, കൊള്ളാലോ എന്നൊക്കെ പറയും. അപ്പോൾ ഇല്ല റെക്കോർഡാക്കിയിട്ടില്ല. ഇത് ടിനുവിനെ കളിയാക്കണമെന്ന് കൂടിയാണ്. കാരണം ടിനുവിനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയത് വേറെ എന്തെങ്കിലും കേട്ടാൽ ഇഷ്ടപ്പെടും. യൂഷ്വലി നമ്മൾ എപ്പോഴും ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒന്നും ഇഷ്ടപ്പെടില്ല. അപ്പം ഞാൻ പറയും ഇത് റെക്കോർഡ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ജസ്റ്റിൻ റെക്കോർഡ് ചെയ്തു. അപ്പോൾ അതാണ് ടിനു. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പോവും. അപ്പോൾ ഇപ്രാവശ്യം ഈ സമയത്ത് എനിക്ക് വയനാട് നിന്ന് കുറച്ച് ഫോക്ക് ആർട്ടിസ്റ്റുകളൊക്കെ പരിചയമുണ്ട്. അപ്പോൾ എനിക്ക് അവിടെയുള്ളൊരു രമേശ് എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്. അപ്പോൾ ആ രമേശ് ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് ചെയ്യാനുള്ളത് തെയ്യവും കണ്ണൂരൊക്കെയാണ്, എന്നാലും കുറച്ച് പരിപാടികൾക്ക് എനിക്ക് കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരുമെന്ന് വെച്ചിട്ട് വയനാട് പോയി. അവിടെ പോയിട്ട് കുറേ ഇൻസ്ട്രുമെൻറ്റുകൾ, കുറച്ച് ട്രഡീഷണൽ ഇൻസ്ട്രുമെൻറ്റുകൾ അവരൊക്കെ ഉപയോഗിക്കുന്ന കുറേ കുഴലുകൾ, കുറേ പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ റെക്കോർഡ് ചെയ്തിരുന്നു. പോയി ഇതിൻ്റെ ഇൻ്റർവെല്ലിൽ വരുന്നൊരു ട്രാക്ക് ഉണ്ട്, അത് അതിനകത്ത് അവിടെ നിന്ന് റെക്കോർഡ് ചെയ്തൊരു കുഴൽ സംഭവമാണ്. അതുപോലെ ഈ തെയ്യത്തിന് ഉപയോഗിക്കുന്ന ചീനിക്കുഴൽ, അതുപോലെ തെയ്യത്തിന് തന്നെ നമ്മുടെ ഇവിടെ കൊട്ടുന്ന ചെണ്ടയും തെയ്യത്തിന് കൊട്ടുന്ന ചെണ്ടയൊക്കെ ചെറിയ അതിൻ്റെ ടോണും പരിപാടികളൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് പോയി റെക്കോർഡ് ചെയ്തു. അവർ തെയ്യത്തിനൊക്കെ വായിക്കുന്ന അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ അവരെ കൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്തു. നല്ല പണിയുണ്ടല്ലേ? അതാ ഞാൻ പറഞ്ഞു, എനിക്ക് ചാവേറിൽ ഈ പാട്ടിന് അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം അതായിരുന്നു. കാരണം അതിൻ്റെ പുറകിൽ നമ്മൾ കുറേ പണിയെടുത്തിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ ബ്രഹ്മയുഗത്തിന്റെ ഒരു വീഡിയോ ഞാനിങ്ങനെ കണ്ടാണ്. ക്രിസ്റ്റോ സേവിയർ ഒരു തകരപ്പെട്ടി ബോക്സിനകത്ത് വെച്ചിട്ട് വയലിന്റെ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് സാധനം അങ്ങനെ ചെയ്തു നോക്കിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇങ്ങനത്തെ എക്സ്പെരിമെന്റുകളെല്ലാം പ്രാവശ്യം ചെയ്യാറുണ്ട്. ഞാൻ ജോജിയുടെ സമയത്ത് ഇതുപോലെ നമ്മൾ ഈ മറ്റേ കുട്ടികൾക്ക് ചെറിയ സൈലഫോണൊക്കെ ഉണ്ടല്ലോ, അത് ഇങ്ങനെ ചെയ്തിട്ട് അതിനകത്ത് അപ്പോൾ അങ്ങനെ എല്ലാ സമയത്തും ഇങ്ങനെ എക്സ്പെരിമെന്റൽ ആയിട്ടുള്ള സംഭവങ്ങൾ എനിക്കിപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു ലോ കോസ്റ്റ് ഇൻസ്ട്രുമെന്റ് ഏതായിരിക്കും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ പാട്ടുകളിൽ ജസ്റ്റിന് ഉപയോഗിച്ചിട്ടുള്ളത്? അത് എൻ്റെ ശബ്ദവും നെഞ്ചത്തടിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങളൊക്കെ, അത് അങ്ങനെ കുറച്ച് ഉണ്ടാക്കും. ഇങ്ങനെ നമ്മൾ ഓരോ സൗണ്ടുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നിടാൻ പറ്റും അങ്ങക്ക് വേണ്ടിയിട്ട്? അയ്യോ, അതൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ എല്ലാ പെർഫോമൻസ് രാത്രി എല്ലാവരും പോയിട്ട് സ്റ്റുഡിയോ റൂം അടച്ച് കുറ്റിയിട്ടിട്ടാണ്. അതല്ലെങ്കിൽ വിശുദ്ധ മെജോ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അതിനകത്ത് കുട്ടിക്കാലം തൊട്ടേ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ടിൽ അങ്ങനെ ഒരു വെച്ചുണ്ടാക്കിയിട്ടുണ്ട്. ആ പാട്ട് മൊത്തമുണ്ട്. ആരൊക്കെ എന്നോട് പറഞ്ഞു അത് ഭയങ്കര ഡിസ്റ്റർബിങ് ആണല്ലോ, അത് എന്തിനാണ് ഇത്രയും ഫുൾ ടൈം ഈ പാട്ടിലിട്ടിട്ട് ഭയങ്കര ഡിസ്റ്റർബൻസ്. അത് ശരി, നെഗറ്റീവ് കമൻസ് ആയിരിക്കും കൂടുതൽ. എനിക്ക് ആകെ കുറച്ച് കുറ്റം അധികം കേൾക്കാത്ത പാട്ട് നനവേറെ തന്നിട്ടുവാണെന്ന് തോന്നുന്നു. പിന്നെ ബാക്കി പാട്ടിനൊക്കെ എല്ലാ പാട്ടിനൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇനിയിപ്പോൾ ചിലപ്പോൾ കോപ്പി അടിച്ചു എന്ന് കിട്ടും, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ കിട്ടും. ഞാൻ ആദ്യത്തെ പാട്ടിറങ്ങി ഇങ്ങനെ കോപ്പി അടിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്നൊരു വികാരം എന്താണ്? കഷ്ടപ്പെട്ട് സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ഇത് വേറെ ഒരാളുണ്ടാക്കിയതാന്ന് പറയുമ്പോൾ. ഞാൻ ജോജിയുടെ സമയത്ത് ഒരാളിങ്ങനെ കമൻ്റ് ഇട്ടു, ഇത് ഇന്ന ട്രാക്കല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടു. അപ്പോൾ എനിക്ക് പെട്ടെന്ന്, അപ്പം ഞാൻ ആ സമയത്ത് തന്നെ ജോജിയുടെ ഒരു സ്റ്റിക്കർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഫേമസ് ആയിട്ട് എല്ലാവർക്കും അറിയാൻ പറ്റും, നീയാണല്ലോ കോടതി എന്ന് പറഞ്ഞിട്ട്. അതെടുത്ത് തിരിച്ചടിച്ചു കൊടുത്തു. അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ചെയ്യരുത്, നമ്മൾ അങ്ങനെ പ്രതികരിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന് മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് പക്ഷേ ഇങ്ങനെ പ്രതികരിക്കാനേ തോന്നുക പെട്ടെന്ന്. പക്ഷേ പിന്നെ ഞാൻ
പിന്നെ ഇപ്പം അങ്ങനെ എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഞാൻ പറയാം നോർമലായിട്ട് എടുത്തു തുടങ്ങി. പിന്നെ ഇൻസ്ട്രുമെൻറ്റ്സിൽ ഒരു കാര്യം എനിക്ക് ചോദിക്കാറുണ്ട്. നമ്മൾ നോർമലി ഗിറ്റാറും വയലിനും തബലയൊക്കെ കേൾക്കാറുണ്ട്. തബലയ്ക്കൊക്കെ ഭയങ്കര സ്പേസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് തബല ഒരു പാട്ടിൽ എന്തിന് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ്. ഒരു 2 വരി ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പറ്റില്ല? ഞാൻ പാടും. എന്തൊരു കണ്ണട് ചങ്കി കുത്തി കേറും കുന്തം തന്നട് കുത്തി കൊന്ന് നൊങ്കു കുടിക്കല്ലേ ഉള്ളില് ഊറണ് തോനെ തോനെ സ്നേഹ മില്യൺ വ്യൂസ് കിട്ടിയ സോങ്സ് ഞാൻ പറയാം. ഒരു ജസ്റ്റ് ഒരു 2 ലൈൻസ് അതിനെക്കുറിച്ചുള്ളൊരു മെമ്മറി പറയണം. ഓളുള്ളവര് 126 മില്യൺ വ്യൂസ് ആണ് യൂട്യൂബിൽ. മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു ഫോക്ക് സോങ് നമുക്ക് റീവർക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് താല്പര്യമില്ല, ഞാൻ സ്കോർ മാത്രം ചെയ്തോളൂ, ഇതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന ഒരു കമ്പനി അടിച്ചിരുന്ന സമയത്താണ് ഒരു പ്രത്യേക ദുർബല നിമിഷത്തിൽ എന്നെ സമ്മതിപ്പിച്ചാണ് പ്രൊഡ്യൂസറൊക്കെ കൂടി. അവസാനം ഞാൻ അത് ഏറ്റ്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇതിൻ്റെ എഡിറ്ററായിരുന്നു ഇത് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളിയുടെ അടുത്ത് ഞാൻ ഭയങ്കരമായിട്ട് വഴക്കുറയായിരുന്നു. അതുപോലെ ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പാട്ട് മീൻസ് അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ 1-2 കുറച്ച് ആൾക്കാർക്ക് അതിനകത്ത് അത് അങ്ങനെ ട്രീറ്റ് ചെയ്തില്ല, അങ്ങനെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞ് അവസാനം പിന്നെ പാട്ട് മില്യണൊക്കെ അടിച്ചപ്പോൾ പുള്ളി എന്നെ ഇടയ്ക്ക് വിളിക്കും. അപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ ഒളിമ്പിക്സിൽ ഇത് പ്ലേ ചെയ്തെന്നോട്ടൊരു ഇത് വന്നായിരുന്നു ഈ പാട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി എഡിറ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളി എന്നോട് പറഞ്ഞു ഇങ്ങനെ ഇപ്പോഴും തോന്നുന്നുണ്ടോ ഞാൻ എൻ്റെ വേണ്ടെന്ന് പറഞ്ഞതല്ലേ, ഇപ്പം എന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും ഓക്കെ ശരി സമ്മതിച്ചു പറയും. അപ്പം അങ്ങനെ ഇഷ്ടമില്ലാണ്ട് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ്. ഫാൽത്തു ജാൻവർ 3 മില്യൺ വ്യൂസ്. ഇതിനെപ്പറ്റി ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മദറിനിലോ പഠിപ്പിക്കുന്ന ഒരു സ്കൂളുണ്ട് നാട്ടിൽ എൻ്റെ. അപ്പോൾ അവിടുത്തെ ആ സ്കൂളിൽ പോയിട്ട് അവിടുത്തെ കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ചാൽ കുറച്ച് ഗ്രൂപ്പായിട്ട്. അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു. പിള്ളേരൊക്കെ വന്ന് പാടി, അവർക്കും അങ്ങനെ സിനിമയിൽ പാടുന്നു അങ്ങനത്തെ പരിപാടികളൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ അവരുടെ പാട്ട് അങ്ങനെയൊക്കെ വന്നു. അത് നല്ല വിഷ്വൽസൊക്കെ ആയിരുന്നു. അപ്പം അത് അങ്ങനത്തെ വന്നപ്പോൾ അവർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവരുടെ ഒരു സന്തോഷം പിള്ളേരെല്ലാവരും കൂടിയും ഇരുന്നതും ഒക്കെ ആയിട്ട്. ആശുഭമംഗളകാരി 35 മില്യൺ വ്യൂസ്. ഞാൻ നേരത്തെ പറയുമ്പോൾ എന്താ പറഞ്ഞേ? സന്തോഷം. ഓക്കെ. ആശുഭമംഗളകാരി അതിനിപ്പോൾ എന്താണ് മെമ്മറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊക്കെ ഫണ്ണായിരുന്നു. ഗിരീഷിൻ്റെ ഒക്കെ കൂടെ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്തതാണ്. സുഹൈലിൻ്റെ വരികൾ ഒരു രക്ഷയില്ല. സുഹൈലിൻ്റെ അടുത്ത് ആക്ച്വലി ഈ പാട്ട് എഴുതിയപ്പോൾ സുഹൈൽ ഈ വരി എവിടെ ഒരു മൂലയ്ക്ക് എഴുതി വെച്ചായിരുന്ന ഒരു വരിയാണ്. അപ്പം സുഹൈൽ ഞാൻ എഴുതുമ്പോൾ ഇങ്ങനെയാണ്. സുഹൈലിനോട് ഞാൻ പറയും എന്തെങ്കിലുമൊക്കെ വെറുതെ എന്തെങ്കിലുമൊക്കെ എഴുതി വിട്ടോളാൻ പറയും ചില സമയത്ത്. ചിലപ്പോൾ സുഹൈലൊന്നും തരില്ല. അപ്പോൾ സുഹൈൽ എന്തെങ്കിലും അയച്ചാൽ ഞാനപ്പോൾ തന്നെ ഇത് വേണ്ട വേറെ എന്ന് പറഞ്ഞ് ഇങ്ങനെ വെറുപ്പിക്കും. അതായത് സുഹൈലിന് ഞാനൊരു ടിനു പപ്പച്ചനാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് സുഹൈൽ ചിലപ്പോൾ അയച്ചു തരില്ല എത്ര ആയാലും. അപ്പോൾ ഞാൻ ടീനു എന്നെ മിക്കവാറും കൊല്ലും. അപ്പോൾ സുഹൈലിന് ഇങ്ങനെ കുറേ എഴുതിയ വരികളുടെ കൂട്ടത്തിലൊരു കാര്യമായിരുന്നു ഇങ്ങനെ അശുഭമംഗലകാരി. അപ്പം ഞാൻ പറഞ്ഞു ഇതെന്തായാലും ഇതിൻ്റെ ഒരു ഹുക്കാക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അതിനെ ഹുക്കാക്കി അശുഭമംഗലകാരി വന്നത്. ഹിജാബി 4 മില്യൺ വ്യൂസ്. അതിൻ്റെ ഞാൻ നേരത്തെ സ്റ്റോറി പറഞ്ഞല്ലോ, ലാൽ ജോസ് സാറിൻ്റെ വീട്ടിൽ പോയിരുന്നിട്ട് ഒരു അനുവല്യവയ്ക്ക് വേണ്ടി 3 ദിവസം ഇരുന്നിട്ട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഇരിക്കുന്നേക്കാളും പോയിട്ട് ചെയ്തിട്ട് വരണതായിരിക്കും നല്ലതെന്ന് പറഞ്ഞിട്ട് പിടിച്ചിട്ട് ചെയ്യിപ്പിച്ച പാട്ടാണ്. അതെ. ചാവേറിന്റെ ബീജിയം ഭയങ്കര ഹിറ്റാണ്. ഈ പറഞ്ഞ ദ ഷാഡോ ഓഫ് ദ ഡെത്ത്. ഞാൻ ആദ്യം കേട്ടപ്പോൾ ഞാൻ അത് വെച്ചു ഇന്റർനാഷണൽ ഒരു സംഭവമാണ്, അവിടെ നിന്ന് ആരും ഉണ്ടാക്കിക്കൊണ്ട് വന്നത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ചാവേറിന്റെ ഒരു ഭാഗമാണെന്ന്. ഞാൻ റീസെന്റ് കാരൽ ചേട്ടനെ കൊണ്ട് ഈ പറഞ്ഞ വയലിൻ ചെയ്യിപ്പിക്കുന്ന ഒരു ഇതും കണ്ടായിരുന്നു. സോ അതിന്റെ ഒരു മേക്കിംഗ് അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു ഇത്രയ്ക്ക് ട്രെൻഡ് ആവും റീൽസിൽ എന്നുള്ളത്? ഒരിക്കലല്ല. കാരണം ടീനു മോഷൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞു ജസ്റ്റ് ഞാൻ അങ്ങോട്ട് വരാണ് എന്ന് പറഞ്ഞിട്ട് വരുന്ന സമയത്ത് ഞാൻ അപ്പോൾ ഓൾറെഡി ഇവൻ വരുമ്പോൾ ചെയ്തിട്ടൊന്നുമില്ല ഇത് സംഭവം. അപ്പം ഞാൻ ഓർത്തു എന്നൊരു വൈകുന്നേരം വാന്നൊക്കെ പറഞ്ഞിട്ട്
അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഓൾറെഡി പടത്തിൽ സ്കോർ ചെയ്തിട്ടുള്ള കുറേ ട്രാക്സ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് മോഷൻ പോസ്റ്ററിലും ഒക്കെ ആയിരിക്കും. അപ്പം അതങ്ങനെ വെച്ചു. പിന്നെ എന്തോ ഒരു സംതൃപ്തി കുറേ വെറുതെ ഒരു പുതിയ സാധനം ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് കുറേ അതിനകത്താണ് ഈ മോഷൻ പോസ്റ്ററിൽ കുറേ കാക്ക എന്തൊക്കെ പറക്കണതൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ എടുത്ത് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഒരു മറ്റേ കിളികളും മറ്റേതൊക്കെ ആലോചിച്ച് പരുന്തൊക്കെ ആലോചിച്ചിട്ട് വെറുതെ അങ്ങനെ ഒരു സംഭവം ചെയ്തു. കരോളേട്ടനെ വിളിപ്പിച്ചിട്ട് ഇങ്ങനെ വായിപ്പിച്ചു നോക്കി. വയലിനാണ് മെയിൻലി അല്ലേ? അത് കരോളേട്ടൻ എന്താ വെച്ചാൽ എനിക്ക് ഇങ്ങനെ എന്തെങ്കിലും പരീക്ഷണം നടത്താൻ പറ്റുമ്പോൾ എനിക്ക് ഏറ്റവും ഭയങ്കര സഹായിക്കുന്ന ആളാണ് കരോളേട്ടൻ. കരോളേട്ടൻ്റെ അടുത്ത് കരോളേട്ടൻ കുറച്ച് നേരം കഴിയുമ്പോൾ ഇതൊരു വയലിനാണ്, നിനക്ക് കോപ്രായം കാണിക്കാനുള്ളതല്ലാന്ന് എന്നോട് പറയണില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഷാഡോസ് ഓഫ് ഡെത്തിന്റെ ഒരുപാട് റീൽസ് വന്നായിരുന്നു. ആ റീൽസ് ഒക്കെ ഇരുന്ന് കാണുമായിരുന്നു ആൾക്കാരൊക്കെ ചെയ്യുന്ന റീൽസ്? കാണാം, എല്ലാത്തിലും പോയി കമന്റ് അടിക്കും. ശരിക്കും അപ്പൊ ആൾക്കാർ ഇയാളാണല്ലേ, അപ്പൊ ഒരു സന്തോഷം, ഒരു സുഖം. ഈ റിസ്വാൻ എന്ന് പറഞ്ഞൊരു പയ്യൻ, അതെ, ഫുട്ബോൾ ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ വീഡിയോ കൊണ്ടാണ് അത് വന്നപ്പോ അതും ഭയങ്കര എന്താ ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും കൂടുതൽ കണ്ട ആൾക്കാരുള്ള വീഡിയോ ആയിട്ട് അത് മാറി. കൂട്ടത്തിൽ നമ്മുടെ ട്രാക്ക് അതിന്റെ കൂട്ടത്തിൽ പോയല്ലോ, അത്ര ആൾക്കാർ കണ്ടല്ലോ. ആണല്ലേ? അതെ, സോ ഹാപ്പി ഇതൊക്കെ കാണുന്ന സമയത്ത്. ഉറപ്പായിട്ടും. ഈ ചുമ്മാ ഇൻസ്റ്റാഗ്രാം റീൽസ് നോക്കാറുണ്ടോ? പാട്ട്, ഐ മീൻ സിംഗേഴ്സിനെ ആണെങ്കിലും പാട്ടാണെങ്കിലും? ഉറപ്പായിട്ടും. ഈ ട്രെൻഡിങ് പാട്ടുകൾ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഓക്കെ, അങ്ങനെ ട്രെൻഡിങ് പാട്ടെന്ന് വെച്ചാൽ എന്നെ എല്ലാ പാട്ടും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ ഒരു പാട്ട് ഇപ്പോൾ മറ്റേ അത് എന്താണ്, ഭോജ്പൂരിയാണ് എന്താണെന്ന് എനിക്കറിയാം, അതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാനിത് കേട്ട് പോയി പിടിക്കും ചില സമയത്ത്. പാട്ടുകാരുടെ കാര്യത്തിലും ഇൻസ്ട്രുമെന്റ്സ് പോലെ തന്നെ വളരെ വെറൈറ്റിയാണ്. നമ്മൾ ഇതുവരെ പാട്ടുകാരെ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ജസ്റ്റിന്റെ സോങ്സിലൂടെ പോപ്പുലറായ ഒരുപാട് പേരുണ്ട്. ഇവരൊക്കെ എങ്ങനെ കണ്ടുപിടിക്കണേ? അങ്ങനെ ഉറപ്പായിട്ട് ഇയാൾ മിസ്സായി പോകരുതെന്നുള്ള ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോളോ ചെയ്ത് വെക്കും. ഓക്കെ, ഇതല്ലെങ്കിൽ ചിലപ്പോൾ ആർക്കെങ്കിലും വെറുതെ അയച്ചിടും, ഈ റീൽ എന്തെങ്കിലും അവർ ഇട്ടിട്ടുള്ളത് അയച്ചിടും. പിന്നെ കൂടുതലും അങ്ങനെ ഞാൻ ഫോളോ ചെയ്ത് വെക്കും. അപ്പോൾ ഞാൻ മറന്നു പോകുമ്പോൾ എപ്പോഴെങ്കിലും തന്നെ അറിയാണ്ട് ഇത് വന്നോളുമല്ലോ, നമ്മുടെ ഫീഡിൽ എവിടെയെങ്കിലുമൊക്കെ വന്നോളും, അപ്പോൾ ഓർമ്മ വരുമല്ലോ. അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ പ്രത്യേകിച്ചുള്ളവരെ ഞാൻ മനസ്സിൽ ഞാൻ വെക്കും, ഇയാളെ കൊണ്ട് എന്തായാലും പാടിക്കണം എന്ന് ഞാൻ വിചാരിക്കും. അങ്ങനെ റീസെൻ്റ്ലി ഐ മീൻ ഒരു വോയിസിനെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടോ ആകസ്മികമായിട്ട്? ഇത് പൊളിക്കും ഈ ഒരു സാധനം. ഈ ചന്താമര പാടിയ പ്രണവ്, പുള്ളിയുടെ പാട്ട് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് ഇവന് വേണ്ടി ഇന്ന് ഒരു പാട്ട് വരും എന്ന് വിചാരിച്ചിരുന്ന ഒരു പാട്ടുകാരനാണ് പ്രണവ്. കാരണം എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു പ്രണവിൻ്റെ വോയിസ്. ഒരു പ്രത്യേക ഭയങ്കര ഒരു എന്താ പറയണേ, ഇപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര സോൾഫുള്ളാണ്. അപ്പോൾ എനിക്കത് ഞാൻ എപ്പോഴും ഇങ്ങനെ വിചാരിക്കും എന്തെങ്കിലും അങ്ങനെ ഒരു. പക്ഷേ എനിക്ക് എന്താ വെച്ചാൽ ഞാൻ കൂടുതലും പുതിയ ആൾക്കാരായിട്ടാണ് പാട്ടുകൾ വർക്ക് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കണം എന്നുണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും. അപ്പം പാടുന്ന ആളായാലും അവർ ഭയങ്കര ചാടയൊക്കെ ഇട്ടിരിക്കുകയാണെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അപ്പം ഞാനതുകൊണ്ട് ഞാൻ വിചാരിക്കും ഇവനൊന്ന് എന്തെങ്കിലും ഒന്ന് ചിലർ നമ്മളോട് ചേട്ടാ പാട്ടൊക്കെ ഉണ്ടെങ്കിൽ പറയണം അങ്ങനെയൊക്കെ പറയുമല്ലോ. ഞാൻ വിചാരിക്കും ഈ പ്രണവ് എന്തെങ്കിലും എന്നോട് അങ്ങനെ പറഞ്ഞെങ്കിൽ രക്ഷപ്പെട്ടു. അപ്പോൾ ഞാൻ പിന്നെ സുഖമായിട്ട് കമ്മിയാവില്ല. കാരണം അവനൊരു ആവശ്യമായിട്ട് തോന്നി പിന്നെ നമുക്ക് പണ്ടേ ആവശ്യമുള്ള ആളാണല്ലോ എന്ന് വിചാരിക്കും. അപ്പം പ്രണവ് സംസാരിക്കാറുണ്ട്, പക്ഷേ പാട്ട് വരണമെന്നൊന്നും പറയാറില്ല. അപ്പോൾ എന്നൊക്കെയോ സുഖമാണോ എന്നൊക്കെ ചോദിച്ച് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ പിന്നെ പാട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് പിന്നെ പ്രണവിനെ കിട്ടിയത്. ജോജിക്ക് ഒരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പം മ്യാവിനാണെങ്കിൽ ഒരു അറബിക് ഉണ്ട്, തെക്കൻ തലകേസിനാണെങ്കിൽ ഒരു നാടനുണ്ട്. നമ്മളാണെങ്കിൽ പാട്ട് പഠിച്ചിട്ടുമില്ല. എപ്പോഴെങ്കിലും അങ്ങനെ പറഞ്ഞല്ല, നമ്മളാണെങ്കിൽ വിളിച്ചിരുത്തി അപമാനിക്കാനാണല്ലോ ഇങ്ങോട്ട് വിളിച്ചത്. പറഞ്ഞു നമ്മൾ പാട്ട് പഠിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറയട്ടെ, എപ്പോഴെങ്കിലും വളരെ കർണാട്ടിക് ആയിട്ട് അല്ലെങ്കിൽ ക്ലാസിക്കൽ പാട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പെട്ടുപോയിട്ടുണ്ട്. ഉറപ്പായിട്ടും പെട്ടുപോയിട്ടുണ്ട്. മ്യാവുല് തന്നെ പെട്ടുപോയി. ഓക്കെ, മ്യാവുല് ലാൽജോ സാറ് സ്ക്രിപ്റ്റ് പറഞ്ഞിങ്ങനെ വന്ന് ഒരു ഫസ്റ്റ് ഒരു പോയിന്റ് എത്തിയപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അപ്പോൾ അവിടെ ആ പയ്യൻ വന്നിട്ടൊരു കീർത്തനം പാടും എന്ന് പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളതൊക്കെ പകുതിയായിട്ടേ ഞാൻ കേൾക്കണുള്ളൂ. കാരണം എൻ്റെ തലയിൽ കീർത്തനം എങ്ങനെ ഞാനൊരു കീർത്തനം ഉണ്ടാക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ചു ബീച്ചാറിനോട് പോയി പറയാം, ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറേ കീർത്തനങ്ങൾ കേട്ടിട്ട് ഈ റൂട്ടൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ചെയ്ത് നോക്കിയിട്ട് ബീച്ചാട്ടനെ കൊണ്ട് തിരുത്തിച്ച് നോക്കാം. അല്ലാതെ കീർത്തനം എന്നെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ പടം വിടാം. ഇങ്ങനെ എല്ലാ തരത്തിലും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കീർത്തനം എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ സാറ് ബാക്കി സ്ക്രിപ്റ്റ് ഫുൾ പറയുമ്പോഴും എൻ്റെ ഉള്ളിൽ നെഞ്ചിടിപ്പ് ഇതായിരുന്നു, കീർത്തനം എന്ത് ചെയ്യും. അതെ, അപ്പോൾ കഴിഞ്ഞപ്പോൾ ലാൽജോ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ ഇത് ഒരു കീർത്തനമുള്ള കീർത്തനം എടുത്തിട്ട് നിനക്ക് റീവർക്ക് ചെയ്യാം, അല്ലെങ്കിൽ പുതിയത് ചെയ്യാം. പിന്നെ പറഞ്ഞു അന്ന് ഞാനത് റീവർക്ക് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. ഓക്കെ, സമാധാനമായി. അങ്ങനെ എന്തൊരു കീർത്തനം ഉണ്ടത്. ഇതുപോലെ ഞാൻ പിന്നെ ബിജി ചേട്ടൻ്റെ അടുത്തൊക്കെ പോയി ചോദിച്ച് കുറേ കീർത്തനങ്ങളൊക്കെ കേട്ട് ഇഷ്ടപ്പെട്ട ഒരു കീർത്തനം സെലക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്തതാണ്. യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. അവിടെയൊക്കെ പോയിട്ടുണ്ട്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ അധികമൊന്നും പോയിട്ടൊന്നുമില്ല. യാത്രകൾ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ചിലപ്പോൾ മൂടിലണ്ടിരിക്കുമ്പോൾ പാലാരി ഇവിടെ തൊട്ട് ഇറങ്ങുന്നതോ അല്ലെങ്കിൽ ഈ കണ്ടെയ്നർ റോഡ് റൗണ്ട് അടിക്കുന്നതൊക്കെ യാത്ര തന്നെയാണ്. പക്ഷെ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ചുമ്മാ ഡ്രൈവ് പോകാനും. എനിക്ക് ഏറ്റവും കൂടുതൽ പാട്ടുകൾ വരാറുള്ളത് ഡ്രൈവ് പോകുമ്പോഴാണെന്ന് തോന്നാറുണ്ട്.
അങ്ങനെ ഡ്രൈവിൽ പോകുമ്പോൾ പാട്ട് വന്ന കഥകളൊക്കെ ഉണ്ടോ? ഐ മീൻ ട്യൂൺ. അപ്പോൾ എനിക്ക് തോന്നുന്നു അശുഭമംഗളകാരി എന്ന് പറഞ്ഞ പാട്ടുണ്ട് എൻ്റെ ആ പാട്ടൊക്കെ എന്തോ ഇത് ഹിന്ദി ട്രാക്ക്. ഞാനത് പാട്ട് കേട്ടോണ്ടിരിക്കുമ്പോൾ അതിൻ്റെ കൂടെ പാടി പാടി വേറെ എന്തെങ്കിലും പാട്ട് കിട്ടും. അപ്പോൾ അത് നിർത്തും, എന്നിട്ട് ഇത് പാടി വയ്ക്കും. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അല്ല കോപ്പിടിച്ചല്ല കേട്ടോ, അതുപോലെ നമുക്കൊരു മൂഡ് വരുമല്ലോ. ഇനി അതിൽ കയറി ട്രോളരുത്. അതെ. ഏറ്റവും ടഫ് ആയിട്ട് ചെയ്ത പാട്ട് ഏതാണ്? ഒരുപാട് സമയമെടുത്ത് ചെയ്ത പാട്ട് ഏതായിരിക്കും? സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒരുപാട് മാറ്റി ചെയ്യേണ്ട വന്നിട്ടില്ല പാട്ടുകളുടെ കാര്യത്തിൽ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ എപ്പോഴും അത് ടിനു പാപ്പച്ചൻ്റെ പടം എടുത്താൽ മതിയല്ലോ. ഇത് കഴിയുമ്പോൾ മിക്കവാറും അവൻ എന്നെ കാണാൻ വരും. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതിന് നന്ദി പോസ്റ്റ് ഇട്ട ആളാട്ടെ. അതെ, ഒരു അവസരം കിട്ടിയപ്പോൾ മുതലെടുക്കാൻ. ചില പാട്ടുകൾ പെട്ടെന്നുണ്ടാവും, ക്വിക്ക് സോങ്സ്. പെട്ടെന്നുണ്ടായ പാട്ട് ഏതായിരിക്കും? എന്താ വെച്ചാൽ ഇങ്ങനത്തെ പാട്ടുകളൊന്നും അധികം കേട്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ഇപ്പോൾ സൂപ്പർ സ്റ്റാറിൽ ഒരു കണ്ണാലമ്പിളി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. ആ പാട്ട് ഇതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞില്ല, ഡയറക്ടർ വരാറായി. അപ്പം പെട്ടെന്ന് ഞാൻ തന്നെ പാടി ഇട്ട ഒരു പാട്ടാണ്. അത് അപ്രൂവ് ആയി. ആ പെട്ടെന്ന് ഗിരീഷിനെ ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തായിരുന്നു. ഓന ഹിജാബി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, മ്യാവൂല. അപ്പോൾ ലാൽ ജോ സാറിൻ്റെ സിനിമയിലെ പാട്ടായിരുന്നു. അപ്പം ലാൽ ജോ സാറിൻ്റെ അടുത്ത് പാട്ട് ചെയ്യാൻ പോയിട്ട് ഞാനും സുഹൈൽ, ലിറിസിസ്റ്റ് സുഹൈൽ. അപ്പോൾ സാറിൻ്റെ വീട്ടിലൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ താമസിപ്പിച്ചു. 3 ദിവസം കൂടെ താമസിച്ചു. സാറ് ഒരാഴ്ചത്തേക്ക് താമസിപ്പിക്കാനാണ് കൊണ്ടുപോയത്. ഒന്നുമില്ല, പാട്ടൊക്കെ വാങ്ങിച്ചെടുത്തിട്ട് ഇവന്മാർ വിട്ടാന്ന് വിചാരിച്ച് ഞങ്ങളെ ഭാരതപ്പുഴയുടെ തീരത്തുള്ള സുന്ദരമായൊരു വീട്ടിൽ കൊണ്ട് പൂട്ടി. അപ്പോൾ അതായത് ലാൽ ജോ സാറിൻ്റെ ചരിത്രത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ വിദ്യാജി മറ്റു മീശമാധവനിലൊക്കെ ഉച്ച കഴിയുമ്പോഴേക്കും രാവിലെ തൊട്ടിരുന്ന് ഉച്ച കഴിയുമ്പോൾ 5 പാട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് മീശമാധവല്ലേ. അതും അങ്ങനത്തെ പാട്ടുകൾ. അപ്പം ഞാനും സുഹൈലും ഒരു പല്ലവി കഴിഞ്ഞിട്ട് അനുപല്ലവിക്ക് വേണ്ടി ഇരുന്ന് ഇങ്ങനെ ഇരിപ്പാണ് രണ്ടുപേരും. ഞാൻ സാറിനോട് സാറേ ഇങ്ങനെ പാടിയാലോ, അത് നീ ചെയ്തിട്ട് കേൾപ്പിച്ചാൽ മതി എന്നൊക്കെ പറയും. അപ്പം വീണ്ടും ഞങ്ങൾ ഇരിക്കുക. അപ്പോൾ 2 ദിവസമായിട്ട് ഒരു അനുപല്ലവിയും വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 5 പാട്ടും ഉച്ച വരെയുള്ള സമയത്തിൽ ഉണ്ടാക്കിയ ഒരു ഡയറക്ടറും ഞങ്ങളെങ്ങനെ സഹിച്ചു എന്ന് നിങ്ങൾക്ക് ആലോചിക്കാമല്ലോ. അപ്പോൾ അവസാനം എനിക്കിടയ്ക്ക് വിദ്യാജിയുടെ ചില പാട്ടുകളൊക്കെ എന്തോ അവരുടെ മേക്കിംഗ് വീഡിയോ ഇതൊക്കെ അയച്ചു തരും. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഇത് എനിക്കിനി അങ്ങനെ അയക്കല്ലേ, കാരണം എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് സാർ വേറെ ഒന്നുമല്ല, സാർ ഇങ്ങനെയൊക്കെ അയച്ച് എന്നെ വേദനിപ്പിക്കില്ലേ എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അതായിരുന്നു നമ്മുടെ പാട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ. അതാ ഞാൻ പറഞ്ഞ പാട്ടുണ്ടാക്കുമ്പോഴാണ് ചില സമയത്ത് ടെൻഷനും അല്ല, ടെൻഷനല്ല, നമ്മൾ ലെജൻസൊക്കെ ലെജൻസാണെന്ന് തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഇങ്ങനെ പാട്ടുണ്ടാക്കാനിരിക്കുമ്പോൾ കൂടുതലും. ഒരുപാട് പ്രതീക്ഷയോടെ ചെയ്തൊരു പാട്ട്, പക്ഷെ അതിനകത്തുള്ളൊരു എഫക്റ്റ് കിട്ടിയില്ല, ഒരു അപ്രീസിയേഷൻ കിട്ടിയില്ല എന്നോർത്തൊരു പാട്ടുണ്ടോ? ഉറപ്പായിട്ട് ചെന്താമര അതായിരുന്നു. അതാണ് എനിക്ക് ഭയങ്കര എനിക്ക് അവാർഡ് കിട്ടിയെന്ന് പറയുമ്പോൾ ഞാൻ കരഞ്ഞുപോയി. ഞാനിങ്ങനെ കരഞ്ഞിട്ട് ടിനുവിനെ വിളിച്ചിട്ട് കരച്ചിൽ തന്നെയായിരുന്നു, ഭയങ്കര കരച്ചിലായിപ്പോയി. ശരിക്കും വാവിട്ട് കരഞ്ഞു. കാരണം വെച്ചാൽ അത്രയും എനിക്ക് അതും ആ സിനിമയും ടിനുമായിട്ടും ഒക്കെ ഉള്ള ഒരു ബന്ധം അത് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. മോളിവുഡിൽ നിന്ന് പതുക്കെ ബോളിവുഡിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന ഒരു യങ് മ്യൂസിക് ഡയറക്ടറാണ്. ചേക്കേറണമെന്നില്ല, ചേക്കേറി ഓൾറെഡി ലാൻഡ് ഷട്ടിലാണ്. സ്ത്രീ 2 ഇപ്പോഴത്തെ ബോളിവുഡിൽ ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവീസ് ആണ്. 2024 ഒരു ഹയസ്റ്റ് ഗ്രോസിംഗ് മൂവിയാണ് സ്ത്രീ 2. അതേപോലെ മൂഞ്ചിയ എന്ന് പറഞ്ഞൊരു മൂഞ്ചിയ സൂക്ഷിച്ച് പറയേണ്ട ഒരു സംഭവമാണ്. ഇതിങ്ങനെ ഒന്നുകൂടെ പറയണം. എന്നോട് അതിൻ്റെ ഡയറക്ടർ ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ജസ്റ്റ് നീ എന്താണ് പോസ്റ്റുകളൊന്നും ഷെയർ ചെയ്യണില്ലല്ലോ, ഒന്നും ചെയ്യണില്ലല്ലോ, നീ ആദ്യമായിട്ട് ഹിന്ദി സിനിമ ചെയ്യുന്നതല്ലേ, നീ ഇത്രയും നന്നായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, എന്നിട്ട് നിനക്കെന്താ അത്? അപ്പം ഞാൻ പറഞ്ഞു സാർ ഇതിന് വേറൊരു നമുക്ക് അതെ 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 പിന്നെ അവർക്കത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് പറ്റണില്ല. അവസാനം ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു ഒപ്പിച്ചു. പിന്നെ അവർ ചിരിയായി. പിന്നെ അവരോട് ഞാൻ പറഞ്ഞു അതുകൊണ്ട് മൈ നെക്സ്റ്റ് മൂവി എന്നും പറഞ്ഞിട്ട് പറയാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ഒടിയൻ മറ്റേന്നൊക്കെ പറയുന്ന പോലെ ഒരു ലോക്കൽ പ്രേതങ്ങളുണ്ടാവില്ല, ഓരോ നാട്ടിലും ഓരോ പ്രേതങ്ങളുണ്ടാവില്ല. അതുപോലെ ഇങ്ങനെ ഈ ബ്രാഹ്മണൻ ആയിട്ടുള്ളൊരു പയ്യൻ ഇങ്ങനെ ബ്രാഹ്മണനാക്കപ്പെടുന്ന മറ്റൊരു നൂലൊക്കെ അങ്ങനത്തെ ഒരു ചടങ്ങുണ്ടല്ലോ, അതിൻ്റെ റിച്വൽ നടക്കുന്നതിൻ്റെ ഇടയിൽ കൊല്ലപ്പെട്ടാൽ അത് ബ്രഹ്മരക്ഷസാവും. അങ്ങനെ ആ ഒരു ബ്രഹ്മരക്ഷസനെയാണ്. നിങ്ങൾ എങ്ങനെ ഈ ബോളിവുഡ് ഹൊറർ പടത്തിൽ ഒക്കെ ചെന്നപ്പെട്ടു? സ്ത്രീ 2 മൂഞ്ചിയലൊക്കെ ജോജിയാണ് കാരണം. എന്നെ ഈ സ്ത്രീയുടെ ഡയറക്ടർ ജോജി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചതാണ്. അന്ന് തൊട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു പടം ചെയ്യാൻ വിളിക്കും. അപ്പോൾ ചിലപ്പോൾ ഇവിടെ ഇതുപോലെ എന്തെങ്കിലും ചാവേറായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും വിളിക്കണത്. അപ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ വന്ന് സ്ത്രീ 2 തുടങ്ങിയപ്പോൾ വിളിച്ചിട്ട് നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞു സ്കോർ. ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു സ്ത്രീ 2 മുമ്പ് ഒരു ചെറിയ പടമാണ്, അത് ചെയ്യാൻ പറ്റുമോ, ഒന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെടാണെങ്കിൽ ചെയ്യുമോ എന്ന് ചോദിച്ചു.
അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് ചെയ്യാണ്ടിരുന്ന സ്ത്രീ 2 പോവോ, എന്താ ചെയ്യണ്ടേ, എൻ്റെ ഇത് ചെയ്ത് അല്ല അതല്ല ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലുള്ള നമ്മുടെ കലാപരിപാടികൾ കണ്ടിട്ട് അയ്യോ ഇവനെ വെച്ച് ഇനി സ്ത്രീ 2 ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെയല്ല കുറേ 100 ചിന്തകൾ വന്നിട്ട് എനിക്ക് കൺഫ്യൂസ്ഡ് ആയിപ്പോയി. എന്ന് വെച്ചാലും ഇതിപ്പോൾ ചെയ്താൽ പണിയാവോ ചെയ്തില്ലെങ്കിൽ പണിയാവോന്ന്. പിന്നെ രണ്ടും കൽപ്പിച്ച് ചെയ്തു. പക്ഷെ അത് അവർക്ക് ഭയങ്കര ഓക്കെ ആയി. അപ്പം അത് ഓക്കെ ആയപ്പോൾ പിന്നെ തീർച്ചയായിട്ടും സ്ത്രീ 2 വന്നു. आपने श्रद्धा कपूर को मिला? नहीं मिला. आपने हिंदी सीखा? थोड़ा थोड़ा से. കൊള്ളാം. अच्छा. എൻ്റെ അമർ കൗശിക് ഹിന്ദി ഭഗവാൻ. എൻ്റെ അമൃഷ് പൂരി അല്ല എൻ്റെ അമർ കൗശിക് സാറിനെ എന്നെ വിളിച്ചതാണ്. ഹിന്ദി കോമഡിയാണ്. എനിക്ക് വേണ്ടി സബ് ടൈറ്റിൽ ഇട്ടിട്ട് എനിക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി സബ് ടൈറ്റിൽ ഇട്ടിട്ട് തന്ന സ്ത്രീ. ആണോ? നമുക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഐ മീൻ അല്ല മനസ്സിലാവുന്നതല്ല, എൻ്റെ അടുത്ത് മുൻ ചെയ്ത സമയത്ത് ഇതുപോലെ മനസ്സിലായിരുന്നു. ആദ്യം ഫസ്റ്റ് പടം ആയിരുന്നു. അപ്പം അത് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ചിലതൊന്നും മനസ്സിലായില്ല, ഇപ്പോഴേ പടം ഇറങ്ങി സബ് ടൈറ്റിൽ കണ്ടപ്പോഴാണ് മനസ്സിലായെന്ന് ഞാൻ വെറുതെ ആ സമയത്ത് അറിയാതെ തുറന്ന് സമ്മതിച്ചു. അപ്പോൾ പറഞ്ഞു നിനക്ക് ഞാൻ സ്ത്രീ 2 സബ് ടൈറ്റിൽ ഇട്ടിട്ട് തരണുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പടം വർക്ക് ചെയ്യുന്നത് ഫയൽസ് എല്ലാം സബ് ടൈറ്റിലോടുകൂടി വന്നത്. അതുകൊണ്ട് എല്ലാം മനസ്സിലായി. ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്ക് ജസ്റ്റിനെ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ജസ്റ്റിൻ്റെ പാട്ടുകളാണ് വരുന്നത്, മില്യൺ വ്യൂസ്. അപ്പം ഞാൻ പറയാൻ പോവാണ് ഇത്രയൊന്നും കിട്ടാറില്ലല്ലോ. ഞാൻ അങ്ങനെ ഒരു പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇനി. പിന്നെ ഇടയ്ക്ക് നമ്മുടെ കൂട്ടുകാരൊക്കെ പറയാം പാട്ടൊന്നും വന്നിട്ട് കുറച്ചായാലും ഏതെങ്കിലും ഒരു പാട്ടൊക്കെ ഹിറ്റൊക്കെ അടിക്കും അങ്ങനെ പറയും. അപ്പോൾ പിന്നെ വീണ്ടും ടെൻഷനാവും. എനിക്ക് അങ്ങനെ കുറച്ച് കൂട്ടുകാരന്മാരുണ്ട്, ഡാർക്കർമാർ. നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് താങ്ക് യു ജസ്റ്റിൻ. ഇറ്റ് വാസ് ലൈക്ക് വണ്ടർഫുൾ ഹാവിങ് യു ഓൺ എയർ.